ഈ കഥയല്ല, റിയൽ ലൈഫ് മോട്ടിവേഷൻ സ്റ്റോറിയാണ് കേട്ടോ. പ്രായമുള്ളവരിൽ ചിലർ പ്രായത്തിൽ കുറഞ്ഞവരെ പുച്ഛിച്ചുകൊണ്ട് സംസാരിക്കുന്നത് കേട്ടിട്ടില്ലേ? നിന്നേക്കാളും ഒരുപാട് ഓണം കൂടുതലുണ്ടവനാ ഞാൻ, നീ എന്നെ പഠിപ്പിക്കാൻ നിൽക്കണ്ട എന്നൊക്കെ. പക്ഷെ ചില സാഹചര്യങ്ങളിൽ കുട്ടികളെ കണ്ടും പഠിക്കാനുണ്ട്. ഇത് കൊച്ചി മെട്രോ സഹോദയ സ്കേറ്റിംഗ് കോമ്പറ്റീഷൻ. ഞങ്ങൾക്ക് ഈ വർഷം പൊന്നൂസിനെ കൺസിസ്റ്റന്റ് ആയിട്ട് സ്കേറ്റിംഗ് പ്രാക്ടീസിന് കൊണ്ടുപോകാനൊന്നും സാധിച്ചിട്ടില്ല. കാരണം ബിസിനസിന്റെ പർച്ചേസിങ്ങുമായിട്ട് ഒരുപാട് യാത്രകൾ പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഈ സ്കേറ്റിംഗ് കോമ്പറ്റീഷൻ ചെയ്യുന്നവർക്കറിയാം, വീഴാനുള്ള ചാൻസ് കൂടുതലാണ്. ആദ്യം കാണുമ്പോൾ ബുദ്ധിമുട്ട് തോന്നുമെങ്കിലും പ്രത്യേകിച്ച് അമ്മമാർക്ക് പിന്നീട് അതൊരു സർവ്വസാധാരണമായിട്ടുള്ള കാഴ്ചകളായിട്ടൊക്കെ മാറും. 200 മീറ്ററിൽ പൊന്നൂസ് സ്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കടപ്പ സ്റ്റോണിൽ തട്ടിയോ എന്താണെന്നറിയില്ല, പക്ഷെ പൊന്നൂസ് ഒന്ന് വീണു. നല്ല ഉച്ച വെയിലുള്ള സമയത്തായിരുന്നു. നല്ലപോലെ ബേൺ ആയിട്ടുണ്ട് കയ്യിൽ മുറിവ് വന്നു, കാല് മുറിവായി. അപ്പോൾ ഫസ്റ്റ് എയ്ഡ് കൊടുത്തു. കൈ നീര് വയ്ക്കുന്നതുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പെട്ടെന്ന് തന്നെ പോയിക്കോളാം കോച്ചസ് സജസ്റ്റ് ചെയ്തതുകൊണ്ട് അടുത്തുള്ള പഴങ്ങനാട് സമരറ്റൻ ഹോസ്പിറ്റലിലാണ് ഞങ്ങൾ കൊണ്ടുപോയത്. പൊന്നൂസി കരയുന്നത് പെയിനേക്കാൾ ഉപരി 200 മീറ്റർ സ്കേറ്റിംഗ് കഴിഞ്ഞോ, എനിക്കിനി ചെയ്യാൻ പറ്റില്ല, 500 മീറ്ററിൽ എനിക്ക് കോമ്പീറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു. ഞങ്ങൾ കുറേ സമാധാനിപ്പിച്ചു, തമാശയൊക്കെ പറഞ്ഞ് ചിരിപ്പിക്കാൻ ശ്രമിച്ചു. ഡോക്ടർ വന്നപ്പോഴും ആൾ പറഞ്ഞത് എനിക്ക് 500 മീറ്റർ ഉണ്ട്, അതിനെനിക്ക് പോകണം. അപ്പോൾ അത് കേട്ടപ്പോൾ ഡോക്ടറും അതിശയിച്ചു. അങ്ങനെയാണെങ്കിൽ നീ പൊക്കോ എന്ന് പറഞ്ഞു. ഹോസ്പിറ്റലിൽ നിന്ന് പോരുമ്പോൾ ഞങ്ങൾ പൊന്നൂസിനോട് പറഞ്ഞായിരുന്നു, പൊന്നൂസെ വിഷമിക്കരുത്, മാക്സിമം സ്പീഡിൽ പോവാം, ഇടയ്ക്ക് റോഡ് ബ്ലോക്ക് ഉണ്ടായിരുന്നു, ഇവന്റ് സ്റ്റാർട്ടായാലും വിഷമിക്കരുത് എന്ന് പൊന്നൂസിനോട് പറഞ്ഞായിരുന്നു. ഭാഗ്യത്തിന് ഞങ്ങൾ ചെല്ലുമ്പോൾ 500 മീറ്ററിൻ്റെ ഗേൾസിൻ്റെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇവന്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞങ്ങൾ പൊന്നൂസിനോട് പറഞ്ഞു, പൊന്നൂസിൻ്റെ മാക്സിമം കൊടുക്കൂ, ഫസ്റ്റ് നേടണമെന്ന് ഞങ്ങൾ ഒരിക്കലും പറയാറില്ല. പിന്നെ കുറേ സ്ഥലത്ത് ചതവ് പറ്റിയിട്ടുണ്ട്, നല്ല പെയിൻ ഉണ്ട്, ഓടുന്ന കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. ആള് ചെറുതായിട്ട് തളരുന്നുണ്ട്. പിന്നെയും വീണു, സ്കിന്ന് പൊള്ളി, നല്ല വെയിലും. പക്ഷെ വീണെടുത്ത് നിന്ന് എഴുന്നേറ്റ് കൂടെ ഓടി ആളുകളെല്ലാം കവർ ചെയ്ത് സെമിഫൈനലിൽ ക്വാളിഫൈ ചെയ്ത് ഫൈനലിലേക്ക്. അപ്പോഴും ഞങ്ങൾ പറഞ്ഞത് പൊന്നൂസിൻ്റെ മാക്സിമം കൊടുക്കൂ, ഫസ്റ്റ് വാങ്ങണമെന്ന് ഒരു കാര്യത്തിൽ ഞങ്ങൾ പറയാറില്ല. പക്ഷെ ഫൈനലിൽ കയറിയ ആൾക്ക് ബ്രോൺസ് കിട്ടി. ഒരുപാട് സന്തോഷമായി. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും തളരാതെ ഇനിയും ജയിക്കണമെന്ന മൈൻഡ്, അതാണ് വേണ്ടത്. പൊന്നൂസിനെ പോലെയുള്ള ഈ കുട്ടികളുടെ ഈ ഒരു മത്സര ബുദ്ധി അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമായിട്ടാണ് തോന്നിയത്. മറ്റുള്ളവൻ്റെ മോട്ടിവേഷൻ വീഡിയോ കണ്ടിട്ടല്ല മോട്ടിവേഷൻ ആവേണ്ടത്. ഓരോരുത്തരുടെയും ലൈഫിൽ ഇതുപോലെയുള്ള സിറ്റുവേഷൻസ് വരും. അവൻ അല്ലെങ്കിൽ അവൾ തളർന്നു പോകും എന്ന് ഏതൊരാളും വിചാരിക്കുന്നിടത്തൊന്നും ഉയർത്തെഴുന്നേറ്റ് വരാനുള്ള മൈൻഡ് പവറും, ഏതൊരു പ്രോബ്ലം വന്നാലും ഇനി എന്തു ചെയ്യാം എന്ന് ചിന്തിക്കാനുള്ള ഒരു പ്രോബ്ലം സോൾവിങ് കപ്പാസിറ്റിയുമാണ് നമ്മൾ ഇവരെ കണ്ടു പഠിക്കേണ്ടത്. കുട്ടികൾ ആരുടെയും ചിറകിനടിയിൽ ഒതുങ്ങിക്കൂടാതെ വിശാലമായ ഈ ലോകത്ത് നല്ല നല്ല അനുഭവങ്ങൾ അവർക്ക് സമ്പത്തായി തീരട്ടെ. ലാസ്റ്റ് ഇയർ 1 ഗോൾഡും 1 ബ്രോൺസും കിട്ടിയിടത്തൊന്നും വെറും കൈയോടെ ഞാൻ പോവില്ല എന്നുള്ള അവളുടെ മനസ്സിനാണ് ഫുൾ മാർക്ക്. പൊന്നൂസിന്റെ ജേണൽ ബുക്കിൽ പൊന്നൂസ് വരച്ചിട്ടതാണ് ഈ ഒരു കോമ്പറ്റീഷനിൽ ഒരു മെഡൽ. അത് ആള് സാധിച്ചെടുത്തു. ഒത്തിരി കഷ്ടപ്പെട്ട് നേടിയതല്ലേ, അതുകൊണ്ട് ഷോ കാണിക്കാൻ എവിടെ ചാൻസ് കിട്ടിയാലും കളയില്ല. ഈ സ്റ്റോറിയുടെ എൻഡ് നോട്ട് പറയട്ടെ, രാത്രിയായപ്പോൾ നല്ല ബോഡി പെയിൻ ആയി, ഒരിടത്തും പിടിക്കാൻ പോലും സാധിക്കില്ലായിരുന്നു. കല്ലുപ്പിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ ഒരു കുളി, സുഖമായിട്ട് ഉറക്കം.